Renu Sudhi. I don't like, but Renu Sudhi makes problems. I can't avoid. Content ഉണ്ട്. രേണു സുധി മറ്റേ വീട് 500 രൂപയ്ക്ക് കൊടുക്കുന്ന പ്രക്രിയയ്ക്ക് ശേഷം ഇതിൻ്റെ പൊന്നളിയോവെ മാപ്പ് എന്നും പറഞ്ഞുകൊണ്ടുള്ള മാപ്പ് വീഡിയോ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ മാപ്പ് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കൂടുതലായി അടുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ രേണുസുധയുടെ വിഷയം ഒരുപാട് പേർക്ക് ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം, എനിക്ക് തന്നെ അറിയാം. പക്ഷെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് എന്ന് ഇഷ്ടമില്ലാത്ത നിങ്ങളോടൊന്ന് മനസ്സിലാക്കുക. അതിന് വ്യൂവർഷിപ്പ് ഉള്ളതുകൊണ്ട് നമ്മളത് ചെയ്യാൻ ബാധ്യസ്ഥരാകുന്നു. അതോടൊപ്പം തന്നെ രേണുസുധി എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ പുള്ളിക്കാരി അടുത്തൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രശ്നം തീർക്കാൻ നോക്കി കൂടുതൽ പ്രശ്നമാക്കി. സംഭവം രേണുസുധിയുടെ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. 500 രൂപ തരൂ, ഈ വീട് നിങ്ങൾക്ക് കിട്ടും, ആ കാർ നിങ്ങൾക്ക് കിട്ടും, ആ ചേതക്ക് നിങ്ങൾക്ക് കിട്ടും, ആ മകൻ നിങ്ങൾക്ക് കിട്ടും, ആ പൂച്ചക്കുട്ടീനെ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് രേണുസുധിയും പുള്ളിക്കാരിയുടെ കൂടെ നടക്കുന്ന ശിങ്കിടിയും കൂടെ ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ വീഡിയോ സമൂഹ മാധ്യമത്തിൽ വളരെയധികം ചർച്ചയായി. ഇവർ ഫ്രോഡിന് കൂട്ടു നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഓൾറെഡി ആ കൂപ്പണിനകത്തുണ്ടായിരുന്ന നമ്പറിൽ വിളിച്ച വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തൊരു കാണുക. അതിൽ നിന്ന് തന്നെ ഇതൊരു ഫ്രോഡ് ഉടായ്പ സാധനമാണെന്ന് നമുക്ക് മനസ്സിലായി. നമുക്ക് പ്രഥമ ദൃഷ്ടിയ തന്നെ മനസ്സിലാക്കി. എന്നാലും നമ്മൾ ഒന്നുകൂടെ വിളിച്ചൊന്ന് കൺഫേം ചെയ്തു. ഇതേ ദാരിദ്ര്യ കഥകൾ തന്നെയാണ് പുള്ളി പറഞ്ഞത്. സമൂഹത്തിൽ നല്ല നിലയിൽ ജീവിച്ചിരുന്ന ആളായിരുന്നു. ഘട്ടം വന്നപ്പോൾ ജീവിക്കാൻ നിവൃത്തിയില്ല, ആയതിനാൽ വീട് കൊടുക്കേണ്ടതായിട്ടൊന്നു ഇങ്ങളാട് പേഴ്സണലായിട്ട് പറയുകയാണ് എന്നാണ് എല്ലാവരോടും ഈ പുള്ളി പേഴ്സണലായിട്ട് പറഞ്ഞത്. ഓക്കെ, ഇത് പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേനും രേണുസുധിയും ശിങ്കിടിയും കൂടെ മാപ്പ് പറഞ്ഞിട്ട് വന്നിരിക്കുന്നത് പ്രതീഷാണോ പ്രജീഷാണോ ആ പുള്ളിക്കാരൻ. നമുക്ക് ആദ്യം രേണുസുധിയുടെ മാപ്പ് കാണണോ പ്രതീഷിന്റെ മാപ്പ് കാണണോ? രേണുസുധിയുടെ മാപ്പ് കാണാം. നമസ്കാരം, ഞാൻ രേണുസുധിയാണ്. അപ്പം ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ തട്ടിപ്പിന് കൂട്ട് വന്നു, ലോട്ടറിയുടെ ഇതിന് അത് ഇതെന്നൊക്കെ പറഞ്ഞ് വാങ്ങി. അതങ്ങനെയല്ലേ? തട്ടിപ്പിന് കൂട്ട് നിന്നിട്ടല്ലേ അങ്ങനെ പറഞ്ഞേ? ചുമ്മാ വന്നിട്ട് പറഞ്ഞല്ലോ. തട്ടിപ്പിന് കൂട്ട് നിന്നു, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. നമ്മൾ ചുമ്മാ ഒന്നും പറഞ്ഞല്ല. ഈ രേണുസുധി ആരാന്നറിയാമോ? താഴത്തിലടാ രേണുസുധി. എന്ത് പറ്റി ഇപ്പൊ താന്നത്? രേണുസുധി താഴറില്ലല്ലോ പൊതുവെ. എന്തേ താന്നത്? അപ്പൊ തെറ്റ് പറ്റിയ താഴെ അറിയാം. മൊത്തം തെറ്റാ പറ്റുന്ന ചില തെറ്റിന് താഴെ അറിയാം. ഇതില്ലെങ്കിൽ അകത്ത് പോകുന്ന തെറ്റാ. കാര്യം പറയാം, ഞങ്ങള് എന്താ പറയാ, ഷൂട്ടിന് പോയി ആ ഒരു ഫാമിലിയെ സഹായിക്കണം, അവരുടെ വീട് വിറ്റ് കൊടുക്കണം. അതിന് നമ്മൾ ഒരു പരസ്യം പറയണമെന്ന് പറഞ്ഞാണ് നമ്മൾ അവിടെ ചെന്നത്. ആ ഫാമിലി മുന്നോട്ട് വരാൻ നേറ്റതാണ്. പക്ഷെ അന്ന് അവര് ആർട്ടിസ്റ്റാണ്, അഭിനയിക്കാൻ പോയതാണ്. അപ്പോൾ അവര് ഫാമിലിയെ സഹായിക്കാനായിട്ട് പോയി. അവരും ക്യാമറയുടെ മുമ്പിൽ വരാമെന്ന് പറഞ്ഞു. പക്ഷെ ക്യാമറയുടെ മുമ്പിൽ അവരെ കണ്ടില്ല. അപ്പൊ ആർട്ടിസ്റ്റാണ്, അഭിനയിക്കാൻ പോയി. അഭിനയിക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ചിക്കില് മേടിക്കും. അപ്പൊ ചിക്കില് മേടിച്ചൊരു പ്രക്രിയ ചെയ്താണ്. ബാക്കി കേൾക്കാം. അത് തട്ടിപ്പയല്ല. പിന്നെ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് നമുക്ക് എന്റെ പൊന്നടോബി, അത് തട്ടിപ്പേ അല്ല. എന്നാ പിന്നെ ഒരു 10,000 കൂപ്പണം എടുക്ക്. തട്ടിപ്പല്ലല്ലോ അത്. കുറച്ച് കൂപ്പണം എടുക്ക്. നമ്മുടെ നാട്ടിലെ നിയമവിരുദ്ധമായിട്ടൊരു സാധനം തട്ടിപ്പല്ല. നമ്മൾ സദുദ്ദേശത്തോടെ ചെയ്ത നിയമവിരുദ്ധമാണ്, പക്ഷെ തട്ടിപ്പല്ല. അതായത് പുള്ളിക്കാരിക്ക് അവിടെ ഞാൻ ചെയ്തത് തെറ്റിപ്പോയി, നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറയാൻ പറ്റത്തില്ല. അത് തട്ടിപ്പല്ല, നമ്മൾ അഭിനയിക്കാൻ പോയി, അതിങ്ങനെ പറഞ്ഞ് നമ്മൾ എന്നാൽ തെറ്റ് അംഗീകരിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. അയ്യോ, അറിയണം. ഒരു പ്രൊമോഷൻ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും അറിയണം. നിങ്ങളൊരു പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളാണ് ഇന്ന് റെസ്പോൺസിബിൾ. അത് മിസ്ലീഡിങ് അഡ്വർടൈസ്മെന്റ് ആണെങ്കിൽ നിങ്ങളുടെ അടുത്താണ് ചോദ്യം വരുന്നത്. നിങ്ങളല്ലേ അത് എൻഡോസ് ചെയ്ത് നാട്ടുകാരുടെ മുമ്പിലേക്ക് എത്തിച്ചത്. നിങ്ങളാണ് അതിന് ഉത്തരവാദി. നിങ്ങൾ അറിഞ്ഞിട്ട് ചെയ്യണം. കാശ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് തോന്നിയ ദിവസവും വിളിച്ച് പറയാൻ നടക്കരുത്. കുറെ കാശ് തന്നു കഴിഞ്ഞാൽ പ്രൊമോഷൻ കാശ് കിട്ടി, കാശ് കിട്ടി, അത് അങ്ങനെ ചെയ്യണം. പ്രൊമോഷൻ ശരി, അങ്ങനെയല്ല. നമുക്ക് കുറച്ച് എത്തിക്സ് ഉണ്ടാവും. അതില്ലാത്തതിന്റെ പ്രശ്നം ഈ കണ്ടത്. കാശ് കിട്ടി കഴിഞ്ഞാൽ എന്ത് തോന്നിയ ദിവസം കാണിക്കും. അത് കൊളാബ് ഞങ്ങൾ കളഞ്ഞതുമാണ്. ഇതാണ് ഇതിന്റെ സത്യം. ഹലോ, പ്രശ്നമാവെന്ന് പറഞ്ഞപ്പോഴത്തേന് കൊളാബ് ഞങ്ങൾ കളഞ്ഞതുമാണ്. ഇതാണ് ഇതിന്റെ സത്യം. അപ്പൊ പ്രശ്നം ആയില്ലായിരുന്നെങ്കിൽ അതങ്ങ് പോട്ട്, നൈസിനങ്ങ് പോട്ടല്ലേ. ഈ ഒരു വീഡിയോയ്ക്കകത്തും ഇവരെ വിശ്വസിച്ച് കൂപ്പൺ എടുത്ത എത്ര പേരുണ്ടാവും? അവരെ പച്ചയ്ക്ക് പറ്റിക്കുകയാണ് ഇവർ ചെയ്തത്. ഇവർക്ക് ക്ഷമ എന്നൊരു വാക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു മിസ്ലീഡായിട്ട് നിങ്ങൾ എടുത്തു, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ക്ഷമ പറയത്തില്ല. നമ്മൾ താഴത്തില്ലല്ലോ, നമ്മളെപ്പോഴും ഉയരത്തിൽ തന്നെ നിൽക്കുമല്ലേ. നമ്മൾ താഴണമെങ്കിൽ ഇങ്ങനെ മറ്റേ മണ്ണിനടി പോകണമെന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. താഴത്തില്ല, നമ്മൾ പറ്റത്തില്ല. തെറ്റ് ചെയ്താലും തെണ്ടിത്തരം ചെയ്താലും
ഏക്കരുത് കേട്ടോ, ഏക്കരുത്. ഇനിയും മറ്റേ പ്രതീക്ഷ എന്ന് പറയുന്ന പുള്ളിക്കാരുണ്ടല്ലോ, പുള്ളിക്കാരൻ ഇച്ചിരിയും കൂടെ ജെന്യൂനായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് അതും കേൾക്കാം. നിയമവിരുദ്ധം നമുക്കത് കേൾക്കാം. എൻ്റെ ഒരു പ്രതീക്ഷയാണ്. അപ്പൊ ഞാൻ വേറെ ഒന്നല്ല, ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് ഞാനൊരു നറുക്കെടുപ്പിന്റേതായിട്ടുള്ള ഒരു ലോട്ടറിയുടെ നറുക്കെടുപ്പിന്റേതായിട്ടുള്ള സംഭവം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അപ്പൊ തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ വീഡിയോ ഭയങ്കരമായിട്ട് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പൊ തന്നെ റിമൂവ് ആയില്ല, പ്രശ്നമായപ്പോ റിമൂവ് ആയി. ഓക്കെ, സത്യാവസ്ഥ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അറിയിക്കാൻ വേണ്ടി വന്നതാണ്. ശരി, ഗണിച്ചിന് ശരി, അതിന്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് നമുക്ക് അതിങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്ന കാര്യം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കാർക്കും അറിയില്ലായിരുന്നു. ആരുടെ തെറ്റാത്? അതായത് നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം പാടില്ല. ബാക്കി റിയാക്ഷൻ വീഡിയോ എല്ലാം നിങ്ങൾക്ക് കാണാം. ഇത് മാത്രം നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. പാണ്ടിക്കാട് കുഞ്ഞാൻ സോഷ്യൽ മീഡിയ ഇളക്കി മറിച്ച വിഷയം ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് അറിയത്തില്ല. ബാക്കി സോഷ്യൽ മീഡിയ അടങ്ങുന്ന എല്ലാം അറിയാം. ലോട്ടറി നിയമവിരുദ്ധമാണെന്ന് അറിയത്തില്ല. ചെയ്യും, നോക്കിക്കോളാം. ആ സെറ്റപ്പിൽ തന്നെയല്ല രണ്ടുപേരും ചെയ്തത്. എന്നിട്ട് ഇപ്പം ഇരുന്നെങ്കിൽ മെഴുകുകയാണ് രണ്ടും കൂടെ. അങ്ങനെ നിങ്ങൾക്കത് തെറ്റാണെന്ന് തോന്നിയെങ്കിൽ നിങ്ങൾ ആ വീഡിയോ റിമൂവ് ചെയ്തിട്ട് നിങ്ങളുടെ ഈ ക്ഷമ പറയണമായിരുന്നു. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നു, കൂടുതൽ ഇത് ഫ്രോഡാണെന്ന് തെളിയുന്നു. ആ ഒരു സാഹചര്യത്തിലല്ലേ രണ്ടും കൂടെ മെഴുകൽ പ്രക്രിയയായിട്ട് വന്നത്. നമ്മളെ വിളിച്ച പറഞ്ഞാൽ അതിന്റെ അറിയുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരിൻ്റെ അറിയുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ബുദ്ധിമുട്ടുള്ള ആളല്ല കൊടുക്കുന്നത്, അവരിൻ്റെ അറിയുന്ന ആളുകളാണ് കൊടുക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ വിളിച്ചപ്പോഴും പറഞ്ഞത്. മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്നു. ബിസിനസ് ചെയ്യുന്ന മാഫിയ, അതായത് നിയമവിരുദ്ധമായിട്ട് ലോട്ടറി ചെയ്യാൻ വേണ്ടിയിട്ട് ലോട്ടറി നടത്തുന്നു, മറ്റൊരാൾക്ക് വേണ്ടി ലോട്ടറി നടത്തുന്നു, അവരുടെ കടം വിട്ടുള്ള പൈസ കൊടുക്കുന്നു, ബാക്കി കമ്മീഷൻ അടിച്ചുകൊണ്ട് ഇവർ മുങ്ങുന്നു. ലോട്ടറി മാഫിയ അവരാണ് ഈ സംഭവം. അവർ മറ്റു സഹായിക്കാൻ ഇറങ്ങിയതാ, അവരെ സഹായിക്കാൻ ഇവരിറങ്ങി. വീട് എങ്ങനെയെങ്കിലും സെയിൽ ചെയ്യണം. അപ്പോൾ അതിനായിട്ടുള്ള ഒരു സംഭവമാണ്, ഒരു ഏർപ്പാടാണ് ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത്. വീട് എങ്ങനെയും സെയിൽ ചെയ്യണമല്ല, വീട് എങ്ങനെയും നാട്ടുകാരെ പറ്റിച്ചു കൊടുക്കണം. സെയിലെന്ന് പറയലിന് എൻ്റെ പൊന്നളിയാ, സെയിലല്ല നിങ്ങൾ ചെയ്യാൻ വന്ന സാധനം. അപ്പൊ ഇത് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, നിങ്ങൾ ജസ്റ്റ് വീഡിയോ എടുത്ത് തന്നാൽ മാത്രം മതി, അതാണ് പറഞ്ഞായിരുന്നു. അപ്പൊ അതിനെ വിശ്വസിച്ചാണ് നമ്മൾ ആ സംഭവം പോയി ചെയ്തത്. പക്ഷെ ഇപ്പൊ ഇത്രയും അതൊരു സംഭവം നമുക്ക് നമ്മളൊരിക്കലും വിചാരിച്ചില്ല. ഞാനാണെങ്കിലും ചേച്ചിയാണെങ്കിലും വിചാരിച്ചില്ല. പക്ഷെ എന്തായാലും എന്തൊക്കെയായിരുന്നാലും തെറ്റിനെയാണ് നമ്മുടെ ഭാഗത്ത് അവർ തെറ്റ് പറ്റിപ്പോയി. പക്ഷെ നമ്മുടെ അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അതിന്റെ സ്ഥലത്ത് അവരുടെ ആ ആൾക്കാർ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര കടം കയറി നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് വന്നിട്ട് ഒരു വീഡിയോ നിങ്ങൾ ചെയ്തു തരണം എന്നായിരുന്നു നമ്മളടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കടം കയറി നിൽക്കുന്ന വീഡിയോയെ ജസ്റ്റ് ചെന്ന പരസ്യം ചെയ്യാൻ എത്ര രൂപ മേടിച്ചിട്ടുണ്ടാവും? ജസ്റ്റ് എത്ര, നിങ്ങൾ സൗജന്യമായിട്ട് ചെയ്യത്തില്ലോ, നിങ്ങൾ അവിടെ വരെ ചെല്ലുന്നതിൻ്റെ വണ്ടിക്കൂലിയെങ്കിലും ചെയ്ത് കാണുമല്ലോ. നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം ചെയ്യുമ്പോഴത്തേനും ഇത് നമ്മുടെ നാട്ടിൽ ഇത് ലീഗലാണോ, ഇതിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ഒന്ന് തിരക്കായിരുന്നല്ലോ. ചുമ്മാ അവർ പറഞ്ഞ് നമ്മൾ ചെയ്ത്, നമ്മൾ ആക്ടേഴ്സ് അല്ലേ, അവർ എൻഡോസ് ചെയ്യാൻ പറഞ്ഞ് നമ്മൾ എൻഡോസ് ചെയ്താൽ വിട്ട്. നീയൊക്കെ പൈസ കൊടുക്കുവോ, തൊലയുവോ, ചാവുവോ, നിന്റെ 500 രൂപ പോവോ, എന്തായാലും ഞങ്ങൾക്ക് ഇത് നമ്മൾ ചെയ്ത് പ്രൊമോഷൻ ചെയ്ത് നമുക്ക് പൈസ കിട്ടി. ഉത്തരവാദിത്തമുള്ള ഇൻഫ്ലുവൻസേഴ്സ്, രേണുസുതിക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള അവാർഡൊക്കെ കിട്ടിയായിരുന്നു. ഇൻഫ്ലുവൻസേഴ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇങ്ങനെയാണ് നമ്മളവിടെ എത്തിയത്. പക്ഷെ അവരപ്പോൾ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം പറഞ്ഞാൽ വീഡിയോ നമ്മളത് പറയണ സമയത്തും നമ്മൾ അവിടെ എത്തുന്ന വരെ നമ്മളത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയിൽ അവരും നിൽക്കും. കാരണം ഇപ്പോ ആരാണോ പ്രോപ്പർട്ടി, ആരുടെയാണോ സ്ഥലം, അവർക്ക് ആ വയ്യാതിരിക്കുന്ന ആൾക്കാർ അവർ ആരാണോ അവരും വീഡിയോന്റെ മുന്നിൽ നിൽക്കും എന്നാണ് നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ നിന്നില്ല. അപ്പോഴേ അത് ഫ്രോഡാന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണ്ടായിരുന്നോ? നിങ്ങളുടെ തലക്കോട്ട് അടിച്ചു തരുക എന്നുള്ള ബോധം നിങ്ങൾക്കില്ലേ? നിങ്ങൾക്ക് രണ്ടെണ്ണത്തിന് ഒരു ലേശം വിവരം, ഒരു തുള്ളി വിവരം വേണ്ടേ? സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തർ ചോദിക്കുമ്പോൾ തിരിച്ചവൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാറിയല്ലോ. കുറച്ച് ബുദ്ധി ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. അവിടെ വരെ ഇവരെ കൺവിൻസ് ചെയ്ത് വിളിച്ചുകൊണ്ട് പോയത് വയ്യാത്തവരെ നിൽക്കുമെന്നാണ്. അവിടെ ചെന്നപ്പോൾ വയ്യാത്തവരില്ല എന്ന് മാത്രമല്ല, ഇവരുടെ സ്ക്രിപ്റ്റിൽ ഇങ്ങനെ ഒരു വയ്യായികയുമില്ല. അപ്പോഴേ മനസ്സിലാക്കേണ്ടത് ഉടായിപ്പാന്ന്. അത്രയ്ക്ക് പോലും വിവരമില്ലാത്ത കപ്പിൾസ്. സിനിമയിലെ കപ്പിൾ കേട്ടോ, ജീവിതത്തിലെ കപ്പിളല്ല. സമയത്ത് അവർ പറഞ്ഞായിരുന്നു അവർ നിൽക്കുന്നില്ല, നിങ്ങൾ ജസ്റ്റ് എങ്ങനെ ഒരു മിനിറ്റിന്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തു തരണം പറഞ്ഞു. വേറെ നമുക്ക് നിവർത്തി ഉണ്ടാവില്ല. കാരണം അത്ര നേരം നമ്മൾ വിചാരിച്ചത് അവർ നിൽക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് ഓക്കെ പറഞ്ഞിട്ട് നമ്മൾ പോയത്. പക്ഷെ അവർ പറഞ്ഞത് അവരവിടെ എത്തിയ സമയത്ത് നമ്മളത് അവർ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നനിയ, അവർ നിന്നാലും ഇല്ലേലും നിയമവിരുദ്ധമായൊരു സാധനമാണ്. അവർ നിന്നാലും ഇല്ലേലും നിങ്ങളത് ചെയ്യാൻ പാടില്ല. നിങ്ങളൊരു പ്രൊമോഷൻ ചെയ്യുമ്പോഴത്തേനും, ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോഴത്തേനും നിങ്ങളത് തിരക്കുക. ഈ സാധനം ചെയ്യാമോ, ഇതിൻ്റെ ലീഗാലിറ്റി എന്തൊക്കെയാണ്, ഇതിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. ഒരു പരസ്യം ഒരാൾ ചെയ്യുമ്പോൾ ആ പരസ്യത്തിൽ മിസ്ലീഡിങ് ആണെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആ പരസ്യത്തിൽ അഭിനയിച്ച ആളുകൾക്കുമുണ്ട്. നിങ്ങളുടെ തലയ്ക്ക് അത് ഉറപ്പായിട്ട് ഇരിക്കും. അവരിപ്പോൾ അൽത്താഫ് വിളിച്ച കോളിനകത്ത് പറയുന്നുണ്ടായിരുന്നു 2 ആഴ്ചത്തേക്ക് നിർത്തിവെച്ചു. 2 ആഴ്ച കഴിയുമ്പോൾ വേറെ 2 മണ്ടന്മാരെ കിട്ടും, അവരെ കൊണ്ട് സെറ്റ് ചെയ്യാം. മണ്ടന്മാര്
ശരി എന്തായാലും വന്നല്ലേ കൊണ്ട് നമ്മൾ വീഡിയോ എടുത്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്ത് ഏറിപ്പോയ ഒരു 4 മണിക്കൂറിനോട് തന്നെ 4-5 മണിക്കൂറിനോട് തന്നെ നമ്മൾ ആ വീഡിയോന്റെ ഗൗരവം മനസ്സിലാക്കി നമ്മൾ ആ തെറ്റ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവിച്ചുള്ളത്. നമ്മൾ പേഴ്സണലായിട്ട് ഞാൻ പറയുന്നത് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയില്ലായിരുന്നു. ഒരാളുടെ വിഷമവും സങ്കടം കേട്ട സമയത്ത് നമ്മൾ ചെയ്തു കൊടുത്തതാണ്. ഇത്രയും വലിയ സംഭവങ്ങളാണ്. ഇത്രയും കുറെ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് അതിന്റെ ഗൗരവത്തോടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അതിന്റെ പ്രശ്നങ്ങളും അതിന്റെ ബാക്കിലുള്ള സംഭവങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ എന്തായാലും അപ്പൊ ഗൗരവത്തോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവരവും നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാന്ന് ഇവര് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇവര് ക്ഷമ എന്ന് പറയുന്നൊരു സാധനം രണ്ടും പറഞ്ഞിട്ടില്ല. നമ്മൾ ചെയ്തത് ശരിയാണെന്ന് തന്നെയാണ് ഈ 2 വിശ്വസിക്കുന്നത്. ഈ 2 ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത സാധനം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി പ്രശ്നമായി. അതായത് നമ്മൾ പറഞ്ഞത് പ്രശ്നമായിട്ട് പോന്നു. അപ്പൊ നമ്മുടെ തല വീഴണം. എന്നാലും ഞങ്ങൾ ചെയ്തത് തെറ്റി, ഞങ്ങളോട് ക്ഷമിക്കണം എന്നൊരു വാക്ക് 2 പറയാൻ പറ്റത്തില്ല. 2 പേരും താഴത്തില്ല. പുഷ്പയാണല്ലോ പുഷ്പ. ഞാൻ ക്ഷമ. നമസ്കാരം. ഓക്കെ, എന്തായാലും ഇദ്ദേഹം ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ അത്രേ ഉള്ളൂ, കട്ട് ചെയ്തോന്ന് അറിയില്ല. യൂട്യൂബിലെ വീഡിയോ ഞാൻ കണ്ടു നോക്കിയില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇങ്ങനെ ഒരു പ്രൊമോഷൻ ചെയ്തു, നിങ്ങൾ അത് ഫ്രോഡാണെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ പ്രശ്നമാണെന്ന് മനസ്സിലാക്കി ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ സുഹൃത്തെ, നിങ്ങളുടെ വാക്ക് കേട്ടിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങളെ ഇഷ്ടമുള്ള ആളുകളുണ്ടല്ലോ, രേണുസുദ്ദീനെ ഇഷ്ടമുള്ള ആളുകളുണ്ടല്ലോ, 1000 പേര് ടിക്കറ്റ് എടുത്തെന്ന് വെച്ചോ, ആരതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കും? നിങ്ങൾ വഹിക്കുമോ? രേണുസുദ്ദി വഹിക്കുമോ? രേണുസുദ്ദിയോട് ചോദിച്ചു കഴിഞ്ഞാൽ നീ എനിക്ക് കൊണ്ട് തന്നോടാന്നല്ലേ ചോദിക്കത്തുള്ളൂ. അതായത് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും 2 വിളിക്കായിരുന്നു. എൻ്റെ പ്രിയ സുഹൃത്തെ പ്രതീക്ഷയെ, നിങ്ങളെ കുറച്ച് വിവരമുള്ള ഒരാളായിട്ടാണ് ഞാൻ കണക്കാക്കിയത്. നിങ്ങളും സൂപ്പർ അടിപൊളി. അതാ മുല്ലപ്പൂമ്പടി ഏറ്റുകൊടക്കം കല്ലിനുണ്ടല്ലോ വാരിപ്പെറുക്കി എറിയാനുള്ള സൗന്ദര്യം. ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തി മറ്റൊരു വീഡിയോ കാണുന്നവരാണ്. ബൈ.